ഫുൾ കവറിംഗ് ആണ് സീൽഡ് മോഡൽ. ഇത് ഒരു 15-20 വർഷം യാതൊരു കംപ്ലൈന്റ് വരില്ല. ഒരു 20 വർഷമൊക്കെ ഒരു കംപ്ലൈന്റ് ഇല്ല. യാതൊരു കംപ്ലൈന്റ് വരില്ല. സർവീസിന്റെ കാര്യത്തിൽ ഞാൻ പിന്നെ ചോദിക്കുന്നില്ല, നിങ്ങൾ അറിയുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ അതുകൊണ്ട് പിന്നെ സ്മെല്ലും ഇല്ല, നമുക്ക് പുറത്തുനിന്ന് ഒന്നും കാണില്ല. പിന്നെ സംഗതി നമുക്കറിയാം, വേസ്റ്റ് ആണ് ഇടുന്നത്. പക്ഷെ നമുക്ക് പുറത്തുനിന്ന് വളരെ ക്ലീൻ ആണ്. യാതൊരു വരുന്നവർക്കായാലും അങ്ങനെ മണടിക്കുക അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ നല്ലൊരു ഡിസൈനാണ്. ഹലോ നമസ്കാരം, ട്രാൻസ്ഫീൽഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയില് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ അല്ലേ, നമ്മുടെ വീഡിയോ കാണാൻ എല്ലാവർക്കും അറിയാം ഭരതന്മാരെ. അപ്പൊ ഇന്ന് ഭരതന്മാരുടെ ഒരു അടിപൊളി മോഡൽ വന്നിട്ടുണ്ട്, ഒരു പ്രത്യേക ഒരു മോഡല് നമ്മുടെ ബയോഗ്യാസിൽ. അത് പെർഫെക്റ്റിന്റെ സ്വന്തം ഒരു മോഡൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിന്റെ കുറച്ച് വിശേഷങ്ങളായിട്ട് വന്നിട്ടുള്ളത് അത് ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല, ഭരതമായി തന്നെ പറയട്ടെ. ഹായ് ഗായ്സ്, നമസ്കാരം. ബയോഗ്യാസിന്റെ പല വീഡിയോകളിലും അതിന് മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഇപ്രാവശ്യം ഒരു പെർഫെക്റ്റിൻ്റെ ഒരു സ്വന്തം മോഡൽ, സീൽഡ് മോഡൽ, നമ്മൾ തന്നെ ചെയ്തിട്ടുള്ള ഒരു സ്വന്തം മോഡലിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. എന്താണ് ഇപ്പോൾ നമ്മളുടെ ഈ മോഡലിൻ്റെ പ്രത്യേകത മറ്റുള്ളതിനെ അപേക്ഷിച്ച്? ഇപ്പോൾ പഴയ മോഡൽ അവിടെ ഇരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പുതിയ മോഡൽ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത ഒന്ന് പറഞ്ഞു തരുമോ? പഴയ മോഡലിൽ നമ്മൾ എല്ലാവരും പറയണത് പ്ലോട്ടിങ് മോഡലാണ്. അത് വളരെ നല്ല സക്സസ്ഫുള്ളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം അതിൽ എല്ലാവർക്കും ഒരഭിപ്രായം ഉള്ളത് അതിൻ്റെ സൈഡിൽ വെള്ളം കെട്ടി നിൽക്കണു, അതിൽ കൂത്താടികൾ വരുന്നു എന്നുള്ളൊരു കംപ്ലൈൻ്റ് ആണ് ഉള്ളത് മെയിനായിട്ട്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ ഈ സീൽഡ് മോഡൽ ഇറക്കിയിട്ടുള്ളത്. സീൽഡ് മോഡൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുൾ കവറിങ് ആണ്, യാതൊരു വിധത്തിലും വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പുറത്ത് വെള്ളം കെട്ടി നിൽക്കുക അങ്ങനെ ഒരു കംപ്ലൈന്റും വെള്ളം ഒന്നും പുറത്തേക്ക് കാണില്ല. ഫുൾ കവറിങ് ആണ്, കൂത്താടി കൊതു അങ്ങനത്തെ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് വരികയാണെങ്കിൽ തന്നെ സർവീസ് ചെയ്യാനുള്ള ഓപ്ഷൻ അടക്കം നമ്മൾ ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിന് ഇതിൽ കൂടെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് തുറന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. മറ്റുള്ള സീൽഡ് മോഡലുകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഒരു വാൽവ് മാത്രമാണ് വെച്ചിട്ടുള്ളത്. ആ വാൽവിൽ കൂടെ ഇത് ഫുള്ള് തുറന്നു പോവില്ല. പിന്നെ അതിലൊരു ലിവറൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതൊന്നും നമുക്ക് ഈ വാൽവിൽ കൂടെ ഓപ്പറേറ്റ് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു മോഡലല്ല. ഇത് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഏത് കംപ്ലൈന്റ് വന്നാലും, ഇപ്പൊ നമ്മൾ പ്ലോട്ടിംഗ് ടൈപ്പ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതിന് പല കംപ്ലൈന്റുകളും വരാറുണ്ട്. ബ്ലോക്ക്, നമ്മൾ കൂടുതൽ വേസ്റ്റ് ഇട്ടിട്ട് ബ്ലോക്ക് വരാറുണ്ട്, അല്ലെങ്കിൽ ഇടാൻ പാടില്ല സാധനങ്ങൾ ഇട്ടിട്ട് അങ്ങനെ ബ്ലോക്ക് വരുമ്പോൾ നമ്മൾ റീസെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് രണ്ടാമത് അതിലത്തെ വേസ്റ്റ് മാറ്റി രണ്ടാമത് പുതിയ ചാണകം നിറച്ച് റീസെറ്റ് ചെയ്യാന്നുള്ളൊരു സംഭവമാണ് നമ്മൾ ചെയ്യാറുള്ളത്. അതേപോലെ ഇതിൽ ചെയ്യാം. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ചുരുങ്ങിയ സ്ഥലത്ത് വെക്കാൻ പറ്റും, വീതി കുറവാണ്, ഒരു നീളമുള്ള മോഡലാണ്. ഈ മോഡല് ആദ്യമായിട്ട് നമ്മൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ മോഡല് നമ്മൾ തന്നെ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസിന്റെ അനുഭവത്തിൽ നമ്മൾ ഉണ്ടാക്കിയ ഒരു പ്രത്യേക മോഡലാണ്. ഇത് വേറെ നമ്മൾ കാണുന്ന സീൽഡ് മോഡലല്ല. അല്ല, അത് മനസ്സിലായി, ഇതൊരു പ്രത്യേക ഒരു മോഡലാണ്. എന്തെങ്കിലും പേരൊക്കെ ഇട്ടിട്ടുണ്ടോ ഇതിന്? ഇതിന് അതുകൊണ്ട് തന്നെ നമ്മൾ പല ആൾക്കാരും ഒരു ആനയുടെ മോഡലുണ്ട്, അതുപോലെ ഒരു ഹംസത്തിന്റെ മോഡലുണ്ട് എന്നൊക്കെ പലരും പറയുണ്ടായി. അപ്പൊ നമ്മൾ തന്നെ ഇതിനെ ഹാത്തി മോഡൽ എന്ന് വിശേഷിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പെർഫെക്റ്റിന്റെ ഹാത്തി മോഡൽ, ഒരു ഹാത്തി മോഡൽ അതായിട്ടാണ് നമ്മൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. കുറവ് വേഴ്സുള്ള ആൾക്കാർക്ക് വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയൊരു മോഡലാണ്. വീതി കുറവുള്ളത്, ഇപ്പോൾ വളരെ കുറവ് സ്ഥലത്താണുള്ള വീടുകളൊക്കെ വെക്കുന്നത്. അതില് വീതി കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് ഒതുങ്ങിയിരിക്കാവുന്ന ഒരു മോഡൽ കൂടിയാണ്. സ്ഥലധികം ചെലവാവില്ല, ചെറിയ സ്പേസിലെല്ലാം നമുക്ക് ഒതുങ്ങിയിരിക്കും. അങ്ങനത്തെ ഒരു മോഡലാണ്. ഈ മോഡൽ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അതിന്റെ പ്രത്യേകതകൾ. അപ്പൊ ഇതില് നമുക്ക് പഴയ മോഡലിനകത്ത് നമുക്കിപ്പോ എന്താ പറയാ 3/4 M³ തൊട്ടുണ്ടല്ലോ. അപ്പൊ ഇതിലും അതുപോലെയൊക്കെ അവൈലബിൾ ആണോ സൈസുകള്? ഇതില് നമ്മള് 3/4 M³ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 3/4 M³ നമുക്കൊരു 3 കിലോ വേസ്റ്റ് ഇടാം, ഒരു 3/4 മണിക്കൂർ ഗ്യാസ് എത്തിക്കാം. അത് 3/4 M³. അതിനും നമുക്ക് ഈ സീൽഡ് മോഡലിന് ചെയ്യുന്നുണ്ട്. പിന്നെ 1 M³ ചെയ്യുന്നുണ്ട്. 1 M³ ആകുമ്പോൾ നമുക്കൊരു 8 കിലോ വേസ്റ്റ് പെർ ഡേ ഇടാം, ഒരു 1.25 മണിക്കൂർ ഗ്യാസ് ഇടുന്നുണ്ട്. എങ്ങനെ പോലും ഒരു 1.5 മണിക്കൂർ നമുക്ക് ചുരുങ്ങിയത് കിട്ടും. അത്രയും കപ്പാസിറ്റി ഉള്ള പ്ലാന്റാണ് നമ്മൾ 1 M³ ചെയ്തിട്ടുള്ളത്. ഇത് ഏതാണ് ഈ ബാക്കിൽ കാണുന്നത്? ഇത് 1 M³ മോഡലാണ്. 1 M³ ആണ്. നമ്മള് ഒരു 1.25 മണിക്കൂർ ഗ്യാസ് എത്തിക്കാം. ഒരു 8 കിലോ വേസ്റ്റ്. സാധാരണ ഒരു ഫാമിലിക്ക് ഈ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ യാതൊരു കംപ്ലൈന്റും പെട്ടെന്ന് വരില്ല. അതാണ് ഈ മോഡലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത.
നമ്മളെ അടുത്തൊരു ചോദ്യം എന്ന് പറയണതേ, നമ്മളെ ഈ പഴയ മോഡൽ ഉണ്ടല്ലോ, ഫ്ലോട്ടിംഗ് മോഡല്, അതിനെ അപേക്ഷിച്ച് ഈ സീൽഡ് മോഡല്, നമ്മുടെ ഹാത്തി മോഡല്, അതിന് റേറ്റ് എങ്ങനെയാ? നല്ല വ്യത്യാസമുണ്ടോ? ഇല്ല, അത് നമുക്ക് ഫ്ലോട്ടിംഗ് മോഡലിനേക്കാളും നമുക്കൊരു 3000 രൂപയുടെ വ്യത്യാസമാണ് വരുന്നത്. 3000 രൂപയുടെ വ്യത്യാസം വരുന്നുണ്ടോ? നമുക്ക് ഫുൾ കവറിംഗ് ആണ് സീൽഡ് മോഡൽ. ഇത് ഒരു 15-20 വർഷം യാതൊരു കംപ്ലൈന്റ് വരില്ല. ഒരു 20 വർഷമൊക്കെ ഒരു കംപ്ലൈന്റ് യാതൊരു കംപ്ലൈന്റ് വരില്ല. സർവീസിന്റെ കാര്യത്തിൽ ഞാൻ പിന്നെ ചോദിക്കുന്നില്ല, നിങ്ങൾ അറിയുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. അറിയാം. ഒരു 13 വർഷമായിട്ട് നമ്മള് എല്ലാ മെയിൻ്റനൻസും വിളിക്കുന്ന ആൾക്കാരുടെ ഫുൾ മെയിൻ്റനൻസ് നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. വേറെ വിഷയങ്ങളൊന്നും ഇല്ല. അതിനേക്കാളും ലൈഫ് കൂടുതലാണ് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് ഇതിന്. ഈ നമ്മുടെ പഴയ മോഡലിനേക്കാളും ഇതിന്റെ ലൈഫ് കൂടുതലാണ് കിട്ടുക. അതാണ് എന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പൊ ഭരതൻ ഭായി, വേറൊരു കാര്യം, നമ്മൾ ഈ പഴയ ടൈപ്പ് ഉണ്ടല്ലോ, അപ്പൊ ഇതിന്റെ മുകളിൽ ഈ കല്ലേറ്റി വെച്ചിട്ടുള്ള പരിപാടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇതിന് ഈ ഒരു കല്ലേറ്റി വെക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും നമ്മുടെ ഈ സീൽഡ് മോഡലിന് വേണ്ടേ? സീൽഡ് മോഡലിൽ നമുക്ക് വെയിറ്റ് കയറ്റിക്കേണ്ട ആവശ്യമില്ല. ഇത് ഫ്ലോട്ടിംഗ് ടൈപ്പിന് മൂടിക്ക് വെയിറ്റ് കുറവാണ്. അപ്പോൾ അതിന് പ്രഷർ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിന് വെയിറ്റ് അഡീഷണൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോഴാണ് ഫോഴ്സ് കൂടുതൽ കിട്ടുക. ഈ മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ആവുമ്പോൾ ഈ സ്ലറിനെ പ്രഷർ ചെയ്ത് അടിയിലേക്ക് തള്ളിയിട്ടാണ് സ്ലറി പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇതിന് ഓട്ടോമാറ്റിക് അതിൻ്റെ ഉള്ളിൽ പ്രഷർ കൂടുതലാണ്. അപ്പോൾ നമുക്ക് വെയിറ്റിന്റെ ആവശ്യമില്ല. മറ്റേനെ അപേക്ഷിച്ച് ഇതിനൊന്നുകൂടി പ്രഷർ കൂടുതലാണ് എന്ന് വേണം പറയാം. കൂടുതൽ ഫ്ലെയിമാണ് അതില്. ഫ്ലെയിം കൂടുതലായിരിക്കും, പ്രഷർ കൂടുതലായിരിക്കും. അതിനേക്കാളും പ്രഷർ കൂടുതലാണ്, ഹൈ ഫ്ലെയിം വരും ഇതിന് മറ്റേനേക്കാളും. ചൂട് കുറച്ചും കൂടി കൂടുതൽ ഇതിനാണെന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. കൂടുതൽ ഇതിന് തന്നെയാ വരും മറ്റേനേക്കാളും. ഓക്കെ. അത് നോർമലി നമ്മുടെ വീടുകളിലത്തെ ഗ്യാസ് കത്തന്മാർ കത്തും. പക്ഷെ അതിനേക്കാളും വിട്ട് ഇതിൽ ഗ്യാസ് കൂടുതലാകും തോറും പ്രഷർ കൂടി കൂടി വരും. അതാണ് ഈ മോഡലിന്റെ പ്രത്യേകത. ഇതിന് വെയിറ്റ് വെക്കേണ്ട, അഡീഷണൽ വെയിറ്റ് വെക്കേണ്ട ആവശ്യമില്ല. അതായത് വേറെ അപാധകളൊന്നുമില്ല, നമ്മൾ ഈ കാണുന്ന ഇതേപോലെ തന്നെ. വേറെ ഒന്നും ചെയ്യാല്ല, ഈ വാൽവ് വെച്ച് ഫിറ്റ് ചെയ്യാൻ മാത്രമേ വേണ്ടൂ. അത്ര തന്നെ ഉള്ളൂ. നമുക്ക് ഈ സീൽഡ് മോഡൽ നമുക്ക് ഇപ്പോൾ ചെയ്തിട്ട് നമ്മൾ ഒരു 6-7 മാസമായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്തൊരു വീടുണ്ട്. അവിടെ നമുക്ക് പോയിട്ട് ഇതിനെ കുറിച്ച് അഭിപ്രായങ്ങളൊന്നും നോക്കാം. ഓക്കെ, എന്നാ അങ്ങനെ ഒന്ന് നോക്കാം, എന്താണ് അവരുടെ ഒരു അഭിപ്രായം എന്നറിയാം. ഇപ്പൊ ഈ മോഡൽ നമ്മളിപ്പോ ചെയ്തിട്ട് ഒരു മാസമായിട്ടുള്ളൂ. ഇതിപ്പോ ഫിറ്റ് ചെയ്തു നമുക്കൊരു 1.25 മണിക്കൂർ ഗ്യാസ് കിട്ടുന്നുണ്ട്. അതാവുമ്പോൾ നമുക്കൊരു 3/4 മണിക്കൂർ ഗ്യാസ് ആണ്. ഒരു 6 മാസം മുമ്പേ ഇപ്പൊ പരിപാടികളൊക്കെ തുടങ്ങി ഫിറ്റ് ചെയ്തൊക്കെ വെച്ച് കൊടുക്കുന്നു. ഫിറ്റ് ചെയ്തിട്ടുള്ള വീട് ഞാൻ കാണിച്ചു തരാം. അതെ അല്ലേ, എന്നാ പിന്നെ അതൊന്നും നമുക്ക് കണ്ടു നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മളെ ഭരതമായി പറഞ്ഞ പോലെ ഒരു ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കുറച്ച് വിശേഷങ്ങളൊന്നും അറിയാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ഇത് ഭാസ്കരേട്ടനാണ്, ഭാസ്കരേട്ടനും വൈഫുമാണ്. ഭാസ്കരേട്ട, കുറച്ചൊന്നും വിശേഷങ്ങളൊന്നും അറിയാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ ഇതൊരു സീൽഡ് മോഡൽ, പുതിയൊരു മോഡൽ നമ്മുടെ പെർഫെക്റ്റിന് ഇറങ്ങിയതാന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു അഭിപ്രായം എന്നൊന്ന് പറയാമോ? നല്ലതാണ്, നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നമ്മൾ ആദ്യം ഒരു 300 രൂപയുടെ കൂടുതൽ പെർ മന്ത് വേസ്റ്റ് ഒക്കെ കൊണ്ടുപോകാനായിട്ട് കൊടുത്തിരുന്നതാണ്. ഇപ്പോൾ അത് കൊടുക്കേണ്ടി വരുന്നില്ല. മാത്രമല്ല നമ്മുടെ വേസ്റ്റൊക്കെ ഇതിൽ പ്രോസസ് ആവുകയും ചെയ്യും. ബയോഗ്യാസ് നമുക്ക് എന്താ പറയുക യൂസ്ഫുൾ ആണെന്നുള്ള കാര്യം നമുക്കറിയാം. നമുക്കിത് പഴയതിനെ വിട്ട് എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളതാണെന്ന് അറിയട്ടെ. ഇപ്പം എത്ര നാളായി കാണും ഇത് വെച്ചിട്ട്? 7 മാസത്തിന് മുകളിലായി. 7 മാസത്തിന് മുകളിലായിട്ടുണ്ടല്ലേ? അപ്പൊ കംപ്ലൈന്റ് ഒന്നുമില്ല. ഇതില് സ്മെല്ലോ കാര്യങ്ങളോ അങ്ങനെ സ്മെല്ലൊന്നുമില്ല. താഴെ ഇപ്പൊ വെള്ളം പോവുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, വൃത്തികേടുകളൊന്നുമില്ല. ഇത് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഈ വെച്ചിട്ടുള്ളത് അല്ലെ? കരിവീട്ടിനോട് തന്നെ വെച്ചിട്ടുണ്ട്. ബുദ്ധിമുട്ട് തോന്നുന്നു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഒരു ഷേപ്പും കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ഷേപ്പ് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഷേപ്പാണല്ലോ അല്ലെ? പുറത്ത് വൃത്തികളൊന്നും കാണില്ല, വളരെ പ്രാണികളോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. കൊതുക് കാര്യങ്ങളൊന്നുമില്ല. അതാണ് പഴയതിനെ ഉപയോഗിക്കുന്ന പലരും പറഞ്ഞിട്ടുള്ള ഒരു അസൗകര്യം എന്ന് പറയുന്നത്. അങ്ങനെ കണ്ടിട്ടുണ്ട്. ആ ഒരു ഇതിങ്ങനെ പൊന്തി വന്ന് ഇതൊന്നുമില്ല. പിന്നെ സ്ലറിയുടെ കാര്യത്തില് സ്ലറി എങ്ങനെയാണ് ഓവർഫ്ലോ ആയി വരുമോ അങ്ങനത്തെ എന്തെങ്കിലും? സ്ലറി നമ്മള് ഗ്യാസ് ഉപയോഗിച്ചില്ലെങ്കിൽ, ഇപ്പൊ നമ്മള് വേസ്റ്റ് ഇട്ടിട്ടൊരു 5-6 മണിക്കൂറിന് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്യാസ് ഉപയോഗിച്ചില്ലെങ്കിൽ സ്ലറി ഇങ്ങനെ ഫോം ആവാൻ തുടങ്ങുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുൾ ഒരു 10-15 മണിക്കൂർ ഉപയോഗിച്ചില്ലെങ്കിൽ ചിലപ്പോൾ കുറേശ്ശെ സ്ലറി വന്ന് നിറയും.
അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ, അല്ലാതെ പ്രശ്നമില്ല. ഗ്യാസ് എങ്ങനെ എല്ലാ ദിവസവും കിട്ടുന്നുണ്ടോ? അതൊന്നും ദിവസവും കിട്ടും, ദിവസവും കിട്ടും. എത്ര മണിക്കൂർ വരെ നോക്കിയിട്ടുണ്ടോ? 40 മിനിറ്റ് 3/4 മണിക്കൂർ ഒക്കെ എന്തായാലും കിട്ടും. ഒരു നമ്മുടെ ഒരു ആവറേജ് ഒരു 4 ആളൊക്കെ താമസിക്കുന്ന 4 ആളോ 6 ആള് താമസിക്കുന്ന കുട്ടികളെടുക്ക 6 ആളുണ്ട് ഇവിടെ. അപ്പൊ നമ്മുടെ ഫുഡ് വേസ്റ്റ് ഒരു 1/2 ബക്കറ്റ് എന്തായാലും ഉണ്ടാവും. വെള്ളം, കഞ്ഞിവെള്ളം ഒക്കെ കൂടിയിട്ട് ഒരു 40 മിനിറ്റ് ഒക്കെ എന്തായാലും കിട്ടും, 2 നേരം കൂടി. കാരണം ഇത് അത്രയല്ലേ വലിപ്പമുള്ളൂ. 40 മിനിറ്റ് എന്തായാലും ഫോഴ്സോട് കൂടിയിട്ട് തന്നെ കിട്ടുന്നുണ്ട് അല്ലേ? ചൂടൊക്കെ എങ്ങനെയാ? ചൂടും കുഴപ്പമില്ല, നന്നായി കത്തുന്നുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങൾക്ക് ഇതുവരെ മെയിന്റനൻസ് വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇത് ബെസ്റ്റ് ആണെന്നാണ്. മെയിന്റനൻസ് അഥവാ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും പെർഫെക്റ്റിന്റെ കാര്യത്തിൽ പേടിക്കേണ്ട കാര്യമില്ല. പെർഫെക്റ്റ് എന്നുള്ള വാക്ക് അത് ആപ്റ്റാണ്, പെർഫെക്റ്റ് ആണ്. അപ്പൊ കുഴപ്പമില്ല. അപ്പോൾ വളരെ സന്തോഷം നമ്മുടെ ഇതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നതിന്. ശരി, താങ്ക് യു. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാത്തി മോഡൽ അല്ലേ, ആദ്യമായിട്ട് വെച്ചിട്ടുള്ളതും ഇവിടെയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്ലാന്റ് ചെയ്തിട്ട് നമ്മൾ സാമ്പിൾ വെച്ചത് ഇവിടെയാണ്. അപ്പോൾ നമ്മളൊരു 7 മാസമായിട്ട് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇതിന്റെ അഭിപ്രായങ്ങൾ നമ്മൾ ഇവർ പറഞ്ഞു കേട്ടു വിചാരിക്കണം. തീർച്ചയായിട്ടും. അപ്പോൾ ഇത് നമ്മൾ മറ്റാ പ്ലോട്ടിംഗ് ടൈപ്പ് പ്ലാന്റിനെ അപേക്ഷിച്ച് അതിന്റെ സൈഡിൽ വെള്ളം വെക്കില്ല, കൂത്താടികൾ, കൊതു, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് കൂടുതൽ ഈ മറ്റേ മോഡല് പ്ലോട്ടിംഗ് മോഡൽ ചെയ്തപ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരുന്നത്. ഈ കൂത്താടികൾ, കൊതു വരുന്ന ഒരു പ്രശ്നമാണ് പറഞ്ഞത്. നമ്മൾ മാർക്കറ്റിൽ പല ടൈപ്പ് പ്ലാന്റുകളും സീൽഡ് മോഡൽ മുമ്പ് തൊട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അതൊന്നും ചെയ്യാത്തതെന്ന് വെച്ചാൽ നമുക്ക് അത് സർവീസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് ഇത് സർവീസ് ചെയ്യുന്ന ചെയ്യാൻ പറ്റില്ല. ഇതിന് നമുക്ക് ഈ മൂടി ഓപ്പൺ ചെയ്ത് ഇതിന്റെ ഫുള്ള് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അടക്കം ഇട്ടാണ് ചെയ്താണല്ലേ. അതായത് ഇത് നമ്മുടെ സ്വന്തം മോഡലാണല്ലോ, പെർഫെക്റ്റിന്റെ സ്വന്തം മോഡല്. നമ്മള് ഇതിന് എന്തൊക്കെയാണ് വേണ്ടത് അതിനൊക്കെ അനുസരിച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ള നമ്മുടെ സ്വന്തം മോഡല് സൊല്യൂഷൻ ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഈ മോഡൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ വളരെ സന്തോഷം. നമുക്ക് ഇതുപോലൊരു പറയേണ്ട ആവശ്യമില്ല, ഉപയോഗിച്ച ആൾക്കാർ പറഞ്ഞു കേട്ടു. പിന്നെ നമ്മള് ഇനി ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഇതിനെ കുറിച്ച്. അപ്പോൾ വളരെ സന്തോഷം നമുക്ക് ഇതുപോലെ ഒരു വീഡിയോ തന്നതിന്. അപ്പോൾ ഹാത്തി മോഡലിന് എല്ലാവിധ ആശംസകളും. ബൈ.